നിങ്ങളൊന്നും കുടിക്കൂല എന്നാ നിങ്ങൾ പേടിക്കണം. കാരണം 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിന്റെ മണ്ണിൽ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് അരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിന്റെ അളവ് കിട്ടണ്ടേ? ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടി മുതൽ ഇപ്പം മരിച്ച ആള് വരെ. അപ്പൊ നമ്മളെല്ലാം ജനസംഖ്യപ്പെടും, നിങ്ങളെല്ലാം പെടുപെടും കേട്ടോ. അതായത് കേരളത്തിലെ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ നിങ്ങൾ ഒരാൾ കുടിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. നിങ്ങൾ കുടിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഗവൺമെന്റ് പറയുന്നു കേരളത്തിൽ ഒരു മനുഷ്യൻ 8.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ട് എന്ന്. എത്ര? അതായത് നമ്മൾ പഞ്ചാബിനെ തോപ്പിച്ചേട്ടാ. പഞ്ചാബിന് 1-ാം സ്ഥാനത്ത്. നമ്മളെ ഒറ്റ പ്രവർത്തനം കൊണ്ട് നമ്മളാണ് ഇപ്പൊ 1-ാമത്. വിട്ടുകൊടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുടിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് പറയുന്നത് 8.7 കുടിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കണം 17.4. നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കണം 27 ലിറ്റർ. നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റർ കുടിക്കണം 32 ലിറ്റർ. നിങ്ങൾ ആരും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മളെ സെക്രട്ടറി കുടിക്കണം ഇത് മുഴുവൻ. സെക്രട്ടറിയും കുടിക്കുന്നില്ല എന്നാ പറയുന്നതെങ്കിൽ പണ്ടാരം ഞാൻ കുടിച്ച് തീർക്കണം ഇത് മുഴുവൻ. ആരോ കുടിക്കുന്നുണ്ട്. അപ്പൊ ആരോ കുടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ആലോചിക്കേണ്ട എവിടെയാണെന്നറിയോ? ഇന്ത്യനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്? കേരളത്തിനെ കുറിച്ചാ? മഹലിനെ കുറിച്ചാ? നിങ്ങൾ ആലോചിക്കേണ്ട ആരെ കുറിച്ചാ? നിങ്ങളെ വീടിനെ കുറിച്ച് വേഗം ആലോചിക്ക്. അവിടെ 8.7 ലിറ്റർ ആരും കുടിക്കുന്നുണ്ടോ, സിഗരറ്റ് വലിക്കുന്നുണ്ടോ, കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക.